വാട്സപ്പ് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നിയതുപോലെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ എന്നൊരു വ്യക്തിക്കെതിരെ കേസ് കൊടുത്തിട്ടാണ് ഇപ്പൊ സ്റ്റേജിലേക്ക് വന്നത്. കളിച്ച് കളിച്ച് എന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി വിടാൻ പറ്റൂലല്ലോ. എവിടെന്നോ എന്റെ വൈഫിന്റെ മൊബൈലിൽ നിന്ന് പിന്നെ ആരെങ്കിലും ബന്ധപ്പെടുത്തിയിട്ടാണോ എങ്ങനെന്നറിയില്ല, അത് എന്റെ മൊബൈലിൽ നിന്ന് ചോർത്തിയതാണോ എന്നറിയില്ല, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും നിൽക്കുന്ന ഫോട്ടോ യൂട്യൂബിലായിപ്പോ. അതിന് ആരൊക്കെ കാണുന്നുവോ ആ ഹറാമിന്റെ ഒക്കെ ശിക്ഷ ഇത് ആദ്യമായിട്ട് എഡിറ്റ് ചെയ്തിട്ട ആ മഹാന് തന്നെ കിട്ടൂലേ? ആലോചിച്ചോക്കെ. ആ ശിക്ഷയോടൊപ്പം ഇതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തു. നിലമ്പൂരാണ് ആ പയ്യന്റെ വീട്. അവന്റെ വാപ്പ ഇപ്പോ പോലീസ് സ്റ്റേഷനിലാണ്. എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചതല്ലേ, ഞാൻ അങ്ങനെ ചെയ്യണ ആളാണോ നിങ്ങൾക്കറിയില്ലേ? ഞാൻ സരളമായ മനസ്സുള്ള ആളാ. അത്രത്തോളം ഉസ്താദിന് സങ്കടം വന്നതുകൊണ്ട് ചെയ്തതാ. പെണ്ണുമുള്ളെ തൊടാൻ വന്നാൽ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും? അതാണല്ലോ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ അതാണെന്ന് പറയാൻ പറ്റില്ല. ആണത്തം കിട്ടവർ നമ്മുടെ കൂട്ടത്തിലില്ല, പ്രത്യേകിച്ച് സമസ്തയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ചെയ്തതാണ്. എന്നെ പ്രിയമുള്ളവർ ആലോചിക്കണം. എന്റെ പെണ്ണുമുള്ള ഇപ്പൊ യൂട്യൂബിൽ സജീവമായി കഴിഞ്ഞു. അല്ലാഹു, ഒരുപാട് ആൾക്ക് പരാതിയായിരുന്നു, ബാക്കവിയുടെ പെണ്ണിനെ കണ്ടില്ല, എല്ലാവർക്കും കാണാം ഇപ്പൊ സജീവമായിട്ട്. എന്തൊരു സങ്കടമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കേസ് കൊടുത്തു. അവൻ ജിദ്ദയിലാണ് പ്രധാനപ്പെട്ട പയ്യനുള്ളത്. പക്ഷെ പയ്യൻ വരുന്നത് വരെ എല്ലാ ദിവസവും പയ്യന്റെ വാപ്പ സ്റ്റേഷനിൽ പോകേണ്ടി വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ലോകത്ത് ചെയ്യാനുള്ളതാണ്. ഓരോരുത്തരെ അപകീർത്തിപ്പെടുത്താനും അവഹേളിക്കാനും ഒന്നും ഉള്ളതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരിച്ച് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം.